ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് പെരുന്നാക്കത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റപ്പോൾ കേക്കിൻ്റെ പണിയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു വാനില കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെഷറിങ് കപ്പിലാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു പെർഫെക്ഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു 250 ഗ്രാമിൻ്റെ ഒരു കപ്പിൽ ചെയ്താൽ മതി കേട്ടോ. ഗ്ലാസ് പോലത്തേലൊക്കെ. ഇതിലേക്ക് ഞാനൊരു 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നങ്ങ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് വേസ്റ്റ് ഉണ്ടെങ്കിൽ അതും പോവും. മാത്രമല്ല മൊത്തത്തിലൊന്ന് മിക്സായി വരും. ഒറ്റ പ്രാവശ്യം ഒന്ന് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ബാക്കി എന്തെങ്കിലും സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാത്ത ബൗൾ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പഞ്ചസാര ഞാൻ പൊടിച്ചെടുത്താണ്. അപ്പോൾ 1 കപ്പ് പൊടിച്ചിട്ടാൽ നമുക്ക് ഒരു 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ടു കേട്ടോ. അപ്പോൾ ഇതും കൂടി മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തിട്ട് നമുക്കിത് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് തന്നെ ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം എടുക്കുന്ന സമയത്ത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള സാധനം എടുക്കുക. മുട്ട ഒക്കെ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ വാനില എസൻസ് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. കുറേ നേരം അടിക്കേണ്ട, ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള സംഭവമൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര നിങ്ങൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ അത് 1.25 കപ്പ് ഉണ്ടാകും കേട്ടോ. പിന്നെ പൊടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മുടെ മൈദ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ നല്ല സ്പോഞ്ചായിട്ട് തന്നെ നമുക്ക് വരും. ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്നങ്ങ് ഒരു 1/2 മിനിറ്റ് എന്നൊക്കെ പറയില്ല, 30 സെക്കൻഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ ബീറ്റർ വെച്ചിട്ട്. ഇനി ഞാനൊരു 8 ഇഞ്ചിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ട്, ടിന്ന്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കറിൽ ചെയ്യുന്ന സമയത്ത് കുക്കറിൻ്റെ അടിയിൽ നിങ്ങൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ഗ്യാസിലാണ് ബേക്ക് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒന്ന് ചൂടൊക്കെ ആറിയ സമയത്ത് എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് തന്നെ അവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ കഷ്ണമായിട്ട് എടുത്തിട്ട് കഴിച്ചിട്ടുണ്ട്. ഞാനിതും വെച്ചിട്ട് പോയ സമയത്ത്, അതുകൊണ്ടാണ് ഇതിൻ്റെ സൈഡൊക്കെ കുറച്ച് പൊളിഞ്ഞ പോലെ കാണുന്നത്. ഇനി ഞാനിതിൻ്റെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്തത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ, റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ബാക്കിയൊക്കെ എനിക്ക് ടൈമില്ല ഇത് വീഡിയോ എടുത്തിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പോൾ തന്നെ രാത്രിയായി. ഇനി ഞാനിത് രാത്രി ആയതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. മറ്റേത് രാവിലെ തന്നെ ഞാൻ ബേക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നോമ്പ് തുറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത് കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഞാനൊരു 2 കേക്കാട്ടോ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ. നേരത്തെ ഞാൻ കാണിച്ചു തന്നത് ഒരു കേക്കിൻ്റെ മെഷറിംഗ് ആണ്. അപ്പോൾ ഇത് 2 കേക്കാണ്. കുറച്ചുകൂടെ ടോളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ സ്ട്രോബെറി എസൻസും കൂടി വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഡെക്കറേഷനൊന്നും പറയണ്ട, അങ്ങനത്തെ ഡെക്കറേഷനാണ്. അപ്പോൾ ഇതൊന്ന് ഒരു ഭംഗിക്ക് ഇങ്ങനെയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നാളെ ഞാൻ വെക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈദിന് വെക്കാനും വേണ്ടിയിട്ട് ഉള്ള ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സുർബിയാൻ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഞാൻ രാത്രി തന്നെ അങ്ങ് മിക്സാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എടുത്തിട്ട് നമുക്ക് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 ഉള്ളി ഫ്രൈ ചെയ്തത് ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ ഇതിലേക്ക് വേണ്ടത് പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണ് മുളക് പൊടി വേണം, എരിവുള്ളതോ അല്ലെങ്കിൽ കാശ്മീരോ ഏതായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് ഗരം മസാല 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഇട്ടാലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിയുള്ള തൈരായതുകൊണ്ട് തന്നെ ഒരു കപ്പ് 3/4 കപ്പിൻ്റെ അടുത്ത് ഒഴിക്കുന്നുണ്ട്. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരു 1.5 കപ്പൊക്കെ ഒഴിച്ചോളൂ കേട്ടോ.
അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ തൈര് ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ലൂസായിട്ട് വരും. അപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല, ഏതായാലും ചിക്കനിൽ വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടി വെച്ച് മിക്സാക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റൊരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാൻ മറക്കരുത്. അപ്പോൾ ചിക്കനും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാല ഒന്ന് മിക്സായി വരുന്ന സമയത്ത് തന്നെ കറക്റ്റായി കിട്ടും കേട്ടോ. എല്ലായിടത്തും പിടിച്ച് വരുന്ന സമയത്ത് ഇപ്പോൾ അരച്ച സമയത്ത് കുറച്ച് കട്ടി തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് ചിക്കൻ ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 പൊട്ടറ്റോ ഇതേപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. തലേന്ന് തന്നെ ആകുമ്പോൾ നന്നായിട്ട് പിടിച്ച് വരുമല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ചോറുണ്ടാക്കാമല്ലോ. ഇനി ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉറങ്ങാൻ പോവാണ് കേട്ടോ. ഇനി കുറച്ച് ഒന്ന് മൈലാഞ്ചിയൊക്കെ ഇടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി അങ്ങ് ഇട്ടുണ്ട്. എനിക്ക് തീരെ അറിഞ്ഞൂടാത്തൊരു പരിപാടിയാണ് ഈ മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നല്ലോണം മൈലാഞ്ചിയൊക്കെ ഇടാൻ അറിയുന്നവർ കണ്ടാൽ ചിരിക്കും. എന്നാലും എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര തന്നെയാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഇപ്പോൾ രാവിലെ ആദ്യം നല്ല ഉറക്കിലാണ്. പൂച്ചേനെ നമ്മൾ കാത്തൂനെ വിളിക്കുക. കാത്തൂനെ അടുത്ത് കടത്തിയെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ പെരുന്നാളൊക്കെ അല്ല, അപ്പോൾ ഒരു ദിവസത്തേക്ക് കടത്തിയതാണ്, അല്ലാതെ കൂട്ടിലാണ് കേട്ടോ ഇടൽ. ഇതേപോലെ അങ്ങനെ ഇടാൻ നിൽക്കാറില്ല. ഇനി ഞാൻ എൻ്റെ ബിരിയാണീൻ്റെ സുർബിയാൻ റൈസിൻ്റെ പണി നോക്കട്ടെ. ഇത് വേഗം കഴിയുന്ന ഒരു പണിയാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കുറച്ചധികം വേണം, അത്രയേ ഉള്ളൂ. മസാല ഒക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 50% ഒന്ന് വേവിച്ചെടുക്കുക. ബാക്കി ദമ്മിടുന്ന സമയത്ത് അങ്ങ് വെന്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല മഴയുണ്ട്, അതാണ് നിങ്ങൾക്ക് വല്ലാത്തൊരു സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കേൾക്കുന്നത്. ഞാൻ കുറേ വെയിറ്റ് ചെയ്ത് നോക്കി കേട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് തന്നെ വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്തൊന്നും മഴ നിൽക്കുന്നില്ല, അത്രയും നല്ല മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും സൗണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. എന്നാലും ഞാൻ മാക്സിമം റൂമിൽ നിന്ന് അടച്ചിട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇനി ഞാൻ ഇത് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് റൈസ് വെച്ച് കൊടുക്കുക. റൈസിലേക്ക് പിന്നെ ആവശ്യത്തിന് പട്ട, ഗ്രാമ്പു, ഏലക്കൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, ഒരു 2 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കിലോ അത് വെള്ളത്തിൽ കുതിർത്തിയിടാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഊറ്റുന്നതായതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചധികം വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടി ഇട്ടതിന് ശേഷം റൈസ് തിളച്ച് വരുന്ന സമയത്ത് റൈസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 1/4 വേവ്, ഒരു 80% വേവാവുന്ന സമയത്ത് നമുക്കിത് ഊറ്റിയെടുക്കണം. എന്നിട്ട് വേണം ദമ്മിടാൻ കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ വെച്ച് നോക്കുക. നല്ല എളുപ്പമുള്ള ബിരിയാണിയാണ്, റൈസാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ കുറേയൊക്കെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ മസാല ഒന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊന്ന് കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ, നല്ല എളുപ്പമാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഇന്നലെ മാറ്റി വെച്ചിട്ടില്ലേ ഉള്ളി ഫ്രൈ ചെയ്തത്, അതും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ മേലയിൽ ചോറിട്ടിട്ട് ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചോറിങ്ങനെ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗീയോ ഓയിലോ ഓരോ ലെയറിൻ്റെ നടുക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ഓയിലി ഫീൽ കിട്ടും ചോറ് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചൊന്ന് ഡ്രൈ ആയ പോലെ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ 2-3 ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ചോറിനനുസരിച്ചിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തതും പിന്നെ മല്ലിയിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഏതെങ്കിലും മതി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിടുന്ന സമയത്ത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈയൊക്കെ കടഞ്ഞു പോകും. എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ ചോറൊക്കെ ആക്കുമ്പോൾ ശരിക്ക് നല്ല വേദന ആയിരിക്കും കൈ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ ദമ്മ ഇട്ട് കഴിഞ്ഞിട്ട് മിക്സാക്കാൻ ആരെയോ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്കെന്തായാലും മിക്സാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, കുറച്ച് ചോറുണ്ടല്ലോ. അപ്പോൾ ഏതായാലും ഇത് ദമ്മിട്ടിട്ട് ഇത് രാവിലെ തന്നെ കേട്ടോ ഈ പണിയൊക്കെ ചെയ്തത്. ഇനി ഞങ്ങൾ കേക്ക് മുറിക്കാൻ പോവുക, ഇന്നലെ ആക്കി വെച്ച കേക്ക്. ഇത് ആദ്യം കേട്ടോ മുറിക്കുന്നത്. അതിന് അങ്ങനെ കറക്റ്റ് മുറിക്കുന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ പോകുന്നുണ്ടോ സൈഡിൽ കൂടി. അപ്പോൾ ഇത് ഞാനിങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് കേക്കാണ്, നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ നമ്മൾ
ജസ്റ്റ് എന്താ പറയുക നെയ്ബേഴ്സിനൊക്കെ കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എമ്മി കേക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് കൊടുവാളെടുത്ത് മുറിക്കുന്നതിൻ്റെ തൊട്ട് നല്ല വെട്ടി ഇടുന്നുണ്ട് കേക്ക് കേട്ടോ. ഞാൻ നല്ലോണം കഴിക്കുകയും ചെയ്യും കേക്ക്. അതിന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇനി ഞാൻ ദമ്മ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊന്ന് മിക്സ് ആക്കുന്ന സമയത്ത് ഞാൻ ഇസ്മായിൽ ഖാനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് എന്തായാലും പറ്റൂല. അതുകൊണ്ട് ആദ്യം ഫസ്റ്റ് ലെയർ ഞാൻ അങ്ങനെ ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ആരെങ്കിലും ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കിതൊന്ന് മിക്സാക്കിയതിൻ്റെ ശേഷം എങ്ങനെയുണ്ട് നോക്കാം. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. നമ്മളെ മന്തി അതിൻ്റെയൊക്കെ വേറൊരു ടൈപ്പാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബിരിയാണിയും വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് പോയിട്ട് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ബൈ ബൈ.